രണ്ടാൾക്കും കൂടി നീരേറ്റിലൊന്ന് പോണം കരുമ. അപ്പാപ്പനെ ഒന്ന് കാണണം. പോലോ. ഇപ്പൊ എന്താ വിശേഷിച്ച്? നീ 3 ദിവസം മുമ്പല്ലേ പോയത്? വിശേഷമുണ്ട്. അതാ. എന്ത് വിശേഷം? അതിന് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഇത് പെണ്ണുങ്ങൾ ആദ്യം അറിയണ വിശേഷ. അതെന്താ ഇപ്പോ? അക്കരെ കാട്ടിലെ വല്ല കാര്യമാണോ? മുത്തിയമ്മ വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ എന്നെ കണ്ടപ്പോ ലക്ഷണം നോക്കി എന്നോടൊരു കാര്യം പറഞ്ഞു. അതെന്താ? മുത്തിയമ്മ എന്ത് ലക്ഷണം കണ്ടെന്നാ പറഞ്ഞേ? നേരത്തെ കരുമ ചോദിച്ചില്ലേ എനിക്കെന്താ ഒരു ക്ഷീണം പോലെയെന്ന്? അത് തന്നെയാ ലക്ഷണം. ഓ, എന്റെ മണ്ടൻ കാട്ടുമക്കാനെ, നീ ഒരു അച്ഛനാവാൻ പോകുന്നു. സത്യമാണോ ചിന്നു? മുത്തിയമ്മ ഉറപ്പിച്ച് പറയുന്നു. പിന്നെ എനിക്കും കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് സംശയം ഉണ്ടായിരുന്നു. മുത്തിയമ്മ പറഞ്ഞ അച്ചട്ടാ. അയ്യേ, നീ എന്താ കരയാ? സന്തോഷം കൊണ്ടാ പെണ്ണെ. കരിമനും ഒരു കുടുംബം ഉണ്ടാകാൻ പോണു. എന്നെ അച്ഛാന്ന് വിളിക്കാൻ നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോണു. നമ്മള് അനാഥരല്ലാണ്ടാവാൻ പോവാ. ഇച്ചായ, അയ്യോ ഇച്ചായ, എന്റെ വ്യാകുല മാതാവേ, ഇത് ഞാനിത് എവിടെ പോയി? പേടിപ്പിച്ചല്ലോ ഇച്ചായ. ഒച്ച ഉണ്ടാക്കാതെ അന്നാമ്മേ, അവൾ എന്നെ പിടിക്കാൻ വരുന്നുണ്ട്. ഒളിച്ചിരുന്നാ കാണുകയില്ല. ആര് പിടിക്കാൻ വരുന്നു? ഇല്ല ഇച്ചായ, സെലീനിക്ക് അറിയത്തില്ല ഇച്ചായൻ ഇവിടെ ഉണ്ടെന്ന്. ആരെങ്കിലും പറഞ്ഞാലോ? അതിന് ഇച്ചായൻ ഇവിടെ ഉള്ള കാര്യം എനിക്കല്ലേ അറിയത്തുള്ളൂ. നീ പറയത്തില്ലയോ? ഇതെന്നെ വർത്താനം ഇച്ചായ. ആരും കാണാണ്ടിരിക്കാനും അറിയാണ്ടിരിക്കാനും ഞാൻ പെടുന്ന പാട് ഇച്ചായൻ കാണുന്നില്ലയോ? എന്നിട്ട് ഞാൻ തന്നെ ഇച്ചായനെ ഒറ്റക്കൊടുക്കാന്ന് പറഞ്ഞ സഹിക്കുകയല്ല എനിക്ക്. അർത്തങ്കപ്പള്ളിയില് പൊൻകുരിശ് നേർന്നിരിക്കുക ഞാൻ. എന്റെ ഇച്ചായന് ഒരാപത്തും വരുത്താതിരിക്കാൻ വെളുത്തച്ഛനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നിനക്ക് കാശും സ്വത്തുമൊക്കെ തരാന്ന് പറഞ്ഞാലും ഒറ്റ കൊടുക്കത്തില്ലയോ? ഇല്ല, അതേ ഭേദം ഞാനങ്ങ് ചാകുന്നതാ. ജയിലിൽ കിടക്കാൻ എനിക്ക് പേടിയാടി അന്നാമ്മേ. സെലീന പറഞ്ഞത് ഞാൻ കേട്ടതാ. എങ്ങനെയും എന്നെ പിടിക്കുമെന്ന്. അപ്പൊ തൊട്ട് ഒളിക്കാനൊരു സ്ഥലം നോക്കുവാ ഞാൻ. എന്റെ അടുത്തുനിന്ന് ഇച്ചായനെ ആരും കൊണ്ടുപോകുകയല്ല. പട്ടാളം വന്നാലോ? വരുത്തില്ല. എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇച്ചായനെ ഞാൻ നോക്കും. ആർക്കും വിട്ടുകൊടുക്കത്തില്ല. വേണ്ട, പട്ടാള വണ്ടി മുറ്റത്ത് വന്നു. ജഞ്ചലിക്കട ഒന്ന് നോക്കണേ അന്നാമ്മേ, പീരങ്കി ഉണ്ടോന്ന്. ഒരു കമ്പിളിയും കൂടി എടുത്ത് തന്നെ മൂടിക്കോ വേഗം. രക്ഷപ്പെടാൻ അതേ ഉള്ളൊരു മാർഗം. റിച്ചിയല്ലേ അത്? കൊല്ലും ഞാൻ അവനെ. അയ്യോ ഇച്ചായ വേണ്ട, എന്റെ പൊന്നിച്ചായനല്ലേ, വേണ്ട. ഇങ്ങോട്ട് വാ. ശരിയാ, ഇങ്ങോട്ട് വാ. ശരിയാ. പുറത്തിറങ്ങിയ അവരെന്നെ പിടിക്കുമല്ലേടി അന്നാമ്മേ. പുതപ്പിച്ചോ, നല്ലോണം പുതപ്പിച്ചോ. എന്റെ ഭർത്താവേ, എന്നാ ഞാനിവിടെ കയറി വരുന്നുണ്ടെങ്കിൽ അതെന്തിനാണെന്ന് നിനക്ക് അറിയാമല്ലേ? എന്റെ വീട്ടിൽ കയറിയുന്ന ആളാവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എന്താ വഴക്കിടാൻ വന്നുകയാണെങ്കിൽ തല്ലുവോ നീ? അതോ നിന്റെ IPS കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കോ? എങ്കിൽ ചെയ്യ്.
ഓ പോലീസ് ഉണ്ടല്ലോ, നന്നായി. ഒറ്റ വരവ് കൊണ്ട് തന്നെ രണ്ടാളോടും കാര്യം പറയാലോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്റെ മോനെ, അല്ലാതെ നിന്നെ രണ്ടാമതും ഭാര്യയാക്കാനൊന്നുമല്ല ഞാൻ വന്നത്. നിനക്ക് സ്ഥലം മാറിപ്പോയി. ഇത് തെങ്ങുമൂട്ടി തറവാടാ. നിന്റെ മോനെ വേണമെങ്കിൽ വല്ല അനാഥാലയത്തിലും ചെന്ന് നോക്ക്. അവിടാണല്ലോ കൊണ്ട് കളഞ്ഞത്. എന്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ ഞാൻ ചിലപ്പോൾ അനാഥാലയത്തിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ ഉപേക്ഷിക്കും. അങ്ങനെയുള്ള ആരാന്റെ കൊച്ചിനെ സ്വന്തമാണെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടു വന്ന് വളർത്തുന്ന നിന്നെ പോലുള്ള രണ്ടും കെട്ട വർഗത്തോട് അതൊന്നും വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല. എടാ എന്നെ എടാന്ന് വിളിച്ചാ ഞാനും അങ്ങോട്ട് അതന്നെ വിളിക്കും. സെലീന, സ്റ്റേഷനിൽ വിളിച്ച് പറ, വീട്ടിൽ അതിക്രമിച്ച് കയറി. ഈ പ്രശ്നത്തിൽ പോലീസ് ഇടപെടത്തില്ല. ഇടപെട്ടാലും അതിന് പരിഹാരം ആവില്ല. നിങ്ങൾ തന്നെ സംസാരിച്ചോ തല്ലിയോ പരിഹാരം ഉണ്ടാക്ക്. ഞാനിവിടെ കാഴ്ചക്കാരിയായി നിന്നോളാം. നീ മാത്രമല്ല, ഇവനും കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വരും ഞാൻ എന്റെ മോനെ കൊണ്ട് പോകുമ്പോ. നിനക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാത്തതിനും ആണത്തമില്ലാത്തതിനും സ്വീകരിക്കേണ്ട മാർഗം ഇതല്ല. ശാസ്ത്രീയമായിട്ട് വേറെ വല്ല വഴി നോക്ക്. എടാ അതെടാ, വല്ല ഡോക്ടറെ കണ്ട് ചികിത്സിക്ക്. അല്ലാതെ എന്റെ കുഞ്ഞിനെ സ്വന്തമാണെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കല്ല വേണ്ടത്. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടണം. എന്ത് അക്രമം ചെയ്തിട്ടാണെങ്കിലും നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എന്റെ മോനെ കൊണ്ട് തിരിച്ചു പോകും. ആ, കൊല്ലേണ്ടി വരും. അല്ലാതെ നിനക്ക് കിട്ടത്തില്ല. തെങ്ങുമൂട്ടിൽ ഫിലിപ്പോസിന്റെ മോനോടാ നീ സംസാരിക്കുന്നത് ഓർക്കണം. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നിങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഞാൻ അതൊക്കെ കേട്ടു നിന്നു. ഇനി എനിക്ക് പറയാനുള്ളതും കൂടി കേട്ടാട്ടെ. DNA ടെസ്റ്റിനെ മാനിച്ചുകൊണ്ടുള്ള കോർട്ട് ഓർഡർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കുഞ്ഞ് ബോബന്റേതാണെന്നതാ. അതിന് വിരുദ്ധമായിട്ട് ആരെന്ത് തീരുമാനം എടുത്താലും അത് കോർട്ടലക്ഷ്യമാവും. അതുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് റിച്ചി കോടതിയെ തന്നെ സമീപിച്ചട്ടെ. വേറെ വഴിയില്ല. ഉണ്ട്, വഴികൾ പലതും എന്റെ മുമ്പിലുണ്ട്. കോടതി വിധിയൊന്നും ഈ റിച്ചിക്കൊരു പ്രശ്നമല്ല. കാട്ടിത്തരാൻ ഞാൻ വഴി എന്താണെന്ന്. സൂക്ഷിച്ചോ. ആ പോയവനല്ലേ ഇത്രയും നേരം ഇവിടെ വെള്ളം വെച്ചത്? ഞാൻ ഓടിച്ചെന്ന് അവനെ കൊന്നേച്ചു വരട്ടെ. എന്നെ നീ പറയുന്നേ? അത് റിച്ചിയാ. ഏതവനായാലും എനിക്ക് എന്നാടി? ഒച്ച ഉണ്ടാക്കിയ പോലീസും പട്ടാളവും കേറി വരത്തില്ലയോ? അവരെന്നെ കണ്ടുപിടിക്കത്തില്ലയോ? അതിലും നല്ലത് അവനെ അങ്ങ് കൊന്നേച്ചു വരുന്നതല്ലോടി അന്നാമേ. നിനക്കെന്നാ ബുദ്ധി തീരെ ഇല്ലാണ്ടായോ? എനിക്ക് എത്രയൊക്കെ ബുദ്ധി മതി. ഇച്ചായൻ ഇങ്ങോട്ട് വന്ന് കട്ടിലോട്ടിരുന്നേ. ഇങ്ങോട്ട് വാ. ചുമ്മാതെ മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാൻ ഓരോന്ന് പറയാ. എന്നാ പിന്നെ ഞാനൊരു എളുപ്പവഴി പറയട്ടെ. കൊല്ലാനാണോ? അന്ന് നീ ആ തോക്ക് എവിടാ വച്ചേ? ഈ ജനലിൽ കൂടി ഉന്നം വെച്ച് ഒരൊറ്റ വെടി. അയ്യോ, വെടിവെക്കുമ്പോ ഒച്ച വരത്തില്ലോടി. ഞാനാ വെടിവെച്ചെന്ന് മനസ്സിലാവത്തില്ലോടി എന്നമ്മേ? മനസ്സിലാവും. ഉടനെ ഇച്ചായനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. അവൻ എന്നാത്തിനാടി വന്നത്? കുറച്ചു കാലമായിട്ട് ഇത് തന്നെയല്ലേ അവന്റെ പണി. കുഞ്ഞിനെ എന്നതാ? ഒന്നുമില്ല, ചുമ്മാ വന്നതാ. ചുമ്മാ വന്ന് എന്നത്തിനാ ബഹളം വയ്ക്കുന്നേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നതാ? നീ എന്നാ പറഞ്ഞാലും ഞാൻ അനുസരിക്കത്തില്ലയോ? അതല്ല, സെലീനയ്ക്ക് ഒരു കുഞ്ഞു പിറക്കണോന്നും പറഞ്ഞ് സമരത്തിലാ ഞാൻ. അതല്ലേ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തെ? എപ്പോഴാടി എന്റെ കൊച്ചുമോൻ ജനിക്കുന്നേ? ഓ, അതിനവക്ക് വയറ്റിലൊന്നും ഉണ്ടായില്ല. എന്നാലും രണ്ടാക്കും കൊച്ചുണ്ടാകാൻ വലിയ ആഗ്രഹ. ഞാൻ അർത്തങ്കപ്പള്ളി നേർച്ച നേർന്ന് കാത്തിരിക്കുക. ആങ്കൊച്ചാണെങ്കി എന്നാ പേരിടാൻ അച്ചായൻ കരുതിയിരിക്കുന്നേ? നല്ല പേര് വേണ്ടായോ? ഇച്ചായൻ നല്ലൊരു പേരാലോചിച്ച് കണ്ടുപിടിക്കേ. ഞാൻ തുണി കഴുകട്ടെ. എന്നെ ഓർത്ത് ഒച്ചയൊന്നും ഉണ്ടാക്കല്ലേ. ഇല്ലടി എന്നമ്മേ, ഞാൻ മിണ്ടാതിരുന്നോളാം. നീ ചെന്നാട്ടെ. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചാനാ വീട്ടിൽ ചെന്ന് കുഞ്ഞിന് വേണ്ടി ബഹളം ഉണ്ടാക്കത്തില്ലായിരുന്നു. അതിന് നിനക്കെന്താ? ഞാൻ തെങ്ങ് മുടിച്ചെന്ന് ബഹളം ഉണ്ടാക്കിയത് എന്റെ മോൻ എനിക്ക് തിരിച്ചിട്ടാൻ വേണ്ടിയാ. ഇച്ചായന്റെ കുഞ്ഞാണെന്നുള്ളതിന് എന്നാ അതിനൊരു തെളിവ്?
വേണ്ട, എന്റെ കുഞ്ഞല്ലാന്ന് തന്നെ വെച്ചോ. പക്ഷേ നിന്റെ ചേച്ചി പ്രസവിച്ചതല്ലേ അവനെ, അതിന് തെളിവില്ലാന്ന് പറയോ നീ? പക്ഷെ മോനെ, ആ കുഞ്ഞൊരല്ലലും ഇല്ലാതെ അവിടെ കഴിയുമല്ലേ? അതിനോട് ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടല്ലേ അതിനെ വിട്ടു തരത്തില്ലെന്ന് സെലിനെയും ബോബനും പറയുന്നേ. പിന്നെ നീയായിട്ട് എന്തിനാ കുഴപ്പം കുത്തിപ്പൊക്കുന്നേ? ആന്റിയുടെ മനസ്സിൽ തന്നെ കരിങ്കല്ലാണോ നിറച്ചിരിക്കുന്നേ? സ്വന്തം പേരക്കുട്ടിയല്ലേ അവൻ, എന്നിട്ട് കണ്ണി ചോരയില്ലാതെ പറയുന്ന കേട്ടില്ലേ? സ്വന്തം ചോരയെ വലിച്ചെറിയാൻ എങ്ങനെ ആന്റിക്ക് മനസ്സ് വരുന്നേ? അതങ്ങനെയാ മോനെ. മക്കളുടെ സന്തോഷം മാത്രം ആശിക്കുന്ന ഏതൊരു അമ്മയും പറയുന്ന കാര്യം തന്നെയാ ഞാനും പറയുന്നേ. അവൻ തെങ്ങുമൂട്ടി വളരണത് എല്ലാവർക്കും നല്ലത് തന്നെയാ. ഇപ്പൊ നീ ആലോചിക്കേണ്ടത് ഇവിടെ കഴുത്തിൽ മിന്നു കെട്ടി ഒരു കുടുംബം ഉണ്ടാക്കാനാ. ടിങ്കു പറഞ്ഞതുപോലെ അവൻ നിന്റെ കുഞ്ഞാണെന്ന് ഇപ്പോഴും വലിയ തീർച്ചയൊന്നുമില്ലല്ലോ. എന്റെ ചോരയാണെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ട്. ആ സങ്കടം ഞാൻ അങ്ങ് സഹിച്ചോളാം. എനിക്കിനി കാണേണ്ടത് നിങ്ങളുടെ സന്തോഷമാ. മമ്മി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇച്ചാൻ എന്നെ ഒന്നും മിണ്ടാത്തെ? ഈ കാര്യത്തിൽ എനിക്ക് മിണ്ടാനൊന്നുമില്ല. നിങ്ങൾ രണ്ടാളും എത്രയൊക്കെ വെള്ളത്തിൽ കലക്കിയാലും ബന്ധങ്ങളുടെ ആഴം കാണാൻ എനിക്ക് കഴിയും. അവൻ എൻ്റെ മോനാണെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ട്. ഇപ്പൊ ഒരു ബന്ധമില്ലാത്ത വീട്ടിലാ അവനിപ്പോ ജീവിക്കുന്നേ. സെലീനയും ബോബനും ഒക്കെ കാട്ടുന്ന സ്നേഹം നാളെ ഉണ്ടാവുമെന്ന് ആന്റിക്ക് ഉറപ്പുവരാൻ കഴിയുമോ? എന്ന് ചോദിച്ചാ മനുഷ്യരുടെ മനസ്സല്ലയോ, എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റുമോ മോനെ? ഇല്ല, മാറുന്ന മനസ്സുകളെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ആ കാര്യത്തിൽ നല്ല തീർച്ചയുണ്ട്. നാളെ അവരുടെ മനസ്സ് മാറും. പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു അനാഥ പ്രേതം പോലെ എൻ്റെ മോൻ ആ വീട്ടിൽ കഴിയേണ്ടി വരും. ആന്റിയുടെ മോള് പ്രസവിച്ച ആ കുഞ്ഞിന്റെ അവസാന അഭയം ഏതെങ്കിലും അനാഥാലയത്തിലായിരിക്കും. അല്ല, ജനിച്ചു വീണ ഉടനെ അനാഥാലയം തന്നെയാണല്ലോ അവന് ലഭിച്ചത്. ഇനിയും ആ അവസ്ഥ വരാതിരിക്കാനാ നിർബന്ധപൂർവം അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നത്. വേണ്ടി ചായ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ലായോ? അവര് മതി നമുക്ക്. അവര് മാത്രം പോരാ, നിന്റെ ചേച്ചിയുടെ കുഞ്ഞാത്. അവനെ സ്വന്തം കുഞ്ഞായി ഏറ്റെടുത്ത് നീ വളർത്തുമെങ്കിൽ മാത്രമേ എന്റെ ഭാര്യയാകാനുള്ള ആശ നിനക്ക് വേണ്ടൂ. മമ്മി, അയ്യോ, ഇതിനൊക്കെ ഇങ്ങനെ തളർന്നാലോ? കർത്താവ് ഒരു പ്രശ്നം മുന്നിട്ട് തരുമ്പോ അതിന്റെ പരിഹാരം കൂടി പ്രശ്നത്തിന്റെ പിന്നിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അത് കണ്ടുപിടിച്ച് ഒക്കെ നേരെയാക്കണ കാര്യം മമ്മി ഏറ്റു. കരയാതെ കരയാതെന്നേ. ദേ കൊച്ചെ, ഇങ്ങനെ തൊട്ടാവാടിയായിട്ട് ജീവിക്കാനാ ഭാവമെങ്കിൽ ആശിച്ചതൊന്നും നിനക്ക് കിട്ടാൻ പോണില്ല. അല്ലേ, ഈ പരുവാണെങ്കിൽ എങ്ങനെയാടി മോളെ നിനക്ക് സുഖവും സന്തോഷമൊക്കെ കിട്ടുന്നേ? ഞാൻ പറയുന്ന നീ കേക്ക്. ഇതൊന്നും ആരും താഴത്ത് വെച്ച് മുമ്പിൽ കൊണ്ട് തരത്തില്ല. കിട്ടേണ്ടത് നമ്മൾ പിടിച്ചു വാങ്ങണം. പണം ഉണ്ടാക്കാൻ നമ്മൾ അധ്വാനിക്കണ്ടയോ? അതുപോലെ തന്നെ അധ്വാനിക്കണം സുഖവും സന്തോഷവും കിട്ടാൻ. ഇങ്ങനെ കരഞ്ഞു കാട്ടിയ അലിയുന്ന മനസ്സൊന്നും അല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടേത്. പെണ്ണിന്റെ കരച്ചിലിനൊന്നും ഇപ്പൊ ഒരു വിലയില്ലാതായിരിക്കുക. ഞാനിപ്പോ എന്നെ വേണമെന്നാ? ദേ, തൊട്ടതിനും പിടിച്ചതിനും കരയുന്ന നിന്റെ ഏർപ്പാടൊക്കെ ആദ്യം നിർത്ത്. കരയുന്ന പെണ്ണുങ്ങളെക്കാൾ തമാശ പറയുന്ന പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഇഷ്ടം. നിനക്കെന്തുവാ വേണ്ടെന്ന് വെച്ച ബലമായിട്ട് പിടിച്ചു വാങ്ങണം. സ്നേഹമാണേലും സന്തോഷമാണേലും അത് നിന്റെ അവകാശമല്ലയോ? സ്വത്തുക്കൾ നിന്റെ കയ്യിലല്ലേ മോളെ? അവനെ വരച്ച വരെ നിർത്താൻ നിനക്ക് പറ്റും. അതിന്റെ ചില സൂത്രങ്ങളൊക്കെ പ്രയോഗിക്കണമേ ഉള്ളൂ.